റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച ത്യാഗത്തെ കേവലം സോളിഡായിട്ട് നടത്തുന്ന സമരങ്ങളോട് തുലനം ചെയ്ത് ആയത്തുകളെയും ഹദീസുകളെയും ദുർവ്യാഖ്യാനം ചെയ്തത് ശരിയായില്ല. ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയല്ല. പക്ഷേ ഏതൊരു ഇസ്ലാമിക സമൂഹത്തിന്റെയും ത്യാഗത്തിന്റെ സ്രോതസ് ഖുർആനും സുന്നത്തുമാണ്, നബിയുടെ ജീവിതവുമാണ്. സോളിഡാരിറ്റി എന്ന പ്രസ്ഥാനം മഹാത്യാഗ പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ പോലും ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ ത്യാഗത്തിന്റെ ചെറിയ ഉദാഹരണങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. അവരുടെ സമയം, അവരുടെ പണം, അവരുടെ ആരോഗ്യം, അവരുടെ ഉറക്കം, അവരുടെ വിനോദം, ഇങ്ങനെ പലതും തിരിച്ചുകൊണ്ട് സാമൂഹിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ മുന്നോട്ട് വരുന്നുണ്ട്. സമരഭൂമികളിൽ അവർ ഹാജരാകുന്നുണ്ട്. തീർച്ചയായും പ്രചോദനം വിശുദ്ധ ഖുർആനാണ്, റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇതിനപ്പുറം പോകണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോഴും പ്രചോദനം ഖുർആനാണ്, റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. ഒരു ദുർവ്യാഖ്യാനവുമില്ലാതെ നേരിൽ ഖുർആനിൽ നിന്ന്, നബിയുടെ ജീവിതത്തിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുവാൻ, വിശ്വാസത്തിന്റെ കനലുകൾ സ്വീകരിക്കുവാൻ, ത്യാഗത്തിന്റെ മാതൃകകൾ സ്വീകരിക്കുവാൻ സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നു. ഇതിന്റെ മാതൃപ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നു. ഇനി ഇസ്ലാമിക പാരമ്പര്യവും പൈതൃകവും ഇല്ലാത്ത ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരോടും മാതൃകയായിട്ട് സോളിഡാരിറ്റിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇതേ ഖുർആനും ഇതേ സുന്നത്തും തന്നെയാണ്. ഖുർആനോ സുന്നത്തോ പ്രവാചക മാതൃകകളോ മാറ്റിവെച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുവാൻ ഈ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ല.